ഞാനൊരു പെണ്ണായതുകൊണ്ട് ഒരുപാട് പേരോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ജിമ്മിൽ വരുന്നത്, വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ. എൻ്റെ ഹെൽത്ത് നോക്കാനും അതിനേക്കാൾ ഉപരിയായിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എൻ്റെ ഭർത്താവിനെ എടുത്തു നടക്കേണ്ടി വന്നാൽ അതിനും എനിക്ക് സാധിക്കണം. അതിനായിട്ടാണ് ഞാൻ ജിമ്മിൽ വരുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം നഷ്ടപ്പെട്ടാൽ ആ നിമിഷം ഞങ്ങൾ രണ്ടുപേരും നമ്മുടേതായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് മാറണം എന്നുള്ളത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സന്തോഷം വരുന്ന തീരുമാനം എടുക്കണം. അതിനാകുമ്പോൾ നമുക്ക് ഈ ആത്മഹത്യകളുടെ എണ്ണം ഒരുപാട് കുറക്കാൻ പറ്റും. ജീവിതത്തിൽ സ്ട്രെസ് ആവുന്ന ആളുകളുടെ, ചെറിയ പ്രശ്നങ്ങളിലൂടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുടെ എണ്ണമൊക്കെ കുറക്കും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. സോഷ്യൽ മീഡിയയിൽ പ്രൈവറ്റ് ലൈഫിലുള്ള പല കാര്യങ്ങളും കണ്ടന്റ് ആക്കിക്കൊണ്ട് ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറോ അല്ലെങ്കിൽ ഫാമിലി വ്ളോഗറോ പോലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള കണ്ടന്റ്സ് കൊണ്ടെത്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ അവർക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ കൂടി നിർബന്ധിതമായിട്ട് ചില കാര്യങ്ങൾ ഓഡിയൻസിനെ മാനിച്ചിട്ടാണെങ്കിൽ അവർക്ക് പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ആൾക്കാർ ഇപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിനെ ആണെങ്കിൽ ഒരു വാക്ക് പോലും കുറ്റം പറയാത്ത രീതിയിൽ കാര്യങ്ങൾ വന്ന് അവതരിപ്പിക്കാനെ കൂടെ ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ആൾക്കാർ. ഇപ്പം നമ്മുടെ ചാനലാണെങ്കിൽ പല ആൾക്കാരുടെ ഡിവോഴ്സ് കേസുകൾ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വന്നേക്കുന്ന മറ്റൊരു കാര്യമാണ് CP ഷിഹാബ്. പല ആൾക്കാർക്കും അറിയുന്നുണ്ടായിരിക്കും ഈ ഒരു ചേട്ടനെ. അപ്പം ആ ഒരു ചേട്ടനാണെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ തൻ്റെ ചാനലിൽ വന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം ഒരു വാക്ക് പോലും തൻ്റെ ഭാര്യയായിട്ടുള്ള ഷഹാന ഫാത്തിമ എന്ന് പറയുന്ന ആ ഒരു ചേച്ചീനെ കുറ്റപ്പെടുത്തിയിട്ട് സംസാരിക്കുന്നില്ല. പക്ഷേ ഇതിനെ വെച്ചിട്ട് ആൾക്കാർ പല രീതിയിൽ കമൻറ്റ് ബോക്സിൽ പറയുന്നത് കാണുമ്പോൾ എന്താ പറയേണ്ടതെന്നുള്ളത് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും ഈ ഒരു ചേട്ടൻ ആ ഒരു ചാനലിൽ വന്ന് പറയുന്ന കാര്യമൊന്നും ഞാൻ ഇങ്ങോട്ട് വെക്കാം. പക്ഷേ ഇതൊരു ഇൻ്റർവ്യൂ മോഡലിലാണ് പുള്ളിയുടെ ആ ഒരു ചാനലിനകത്തോടെ ഈ ഒരു വീഡിയോ വന്നേക്കുന്നത്. മേ ബി ഇപ്പം തൻ്റെ സ്വന്തം ചാനലിലാണ് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ വന്നേക്കുന്നത്. ചിലപ്പോൾ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് പുള്ളിക്ക് എടുത്തു വെച്ചിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിച്ചെന്ന് പറയാനെ കൊണ്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ കൊണ്ടായിരിക്കാം ഈ ഒരു ഫോർമാറ്റിൽ പുള്ളി വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്താണെങ്കിലും പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എല്ലാവരും പലപ്പോഴും കമന്റ് ചെയ്യുന്നത് നിങ്ങൾ ഡിവോഴ്സ്ഡ് ആണോ? അതെ അതെ. ഇപ്പൊ വേറൊരു ഫോട്ടോഷൂട്ട്, അതേപോലെ തന്നെ നമ്മൾ ഒരുമിച്ചൊരു ഫോട്ടോ ചെയ്ത സമയത്ത് അതിൽ കമന്റ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് വൈഫ് എവിടെ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിന് നിങ്ങൾ ആരാണ്? അത് എനിക്കൊരു വലിയ പലപ്പോഴും തോന്നുന്നു. ഒന്നാമത് ഇപ്പൊ നിങ്ങൾ ഗ്യാപ്പ് ഇങ്ങനെ ഒരു വീഡിയോസ് ഒന്നും ആരും കാണാത്തതും കൊണ്ട് പെട്ടെന്ന് ഫ്രെയിമിലേക്ക് ഞാൻ വരുമ്പോ ആരാന്നുള്ളൊരു അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ആണ്. അത് മാത്രമല്ല, ഞാനൊരു ആക്ട്രസിന്റെ കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫോട്ടോസ് ഇടുന്ന സമയത്തൊക്കെ അത് ചോദിക്കാറുണ്ട്, വൈഫ് അവിടെ പോയി പുതിയ ആളാണോ, വേറെ കല്യാണം കഴിച്ചെന്നൊക്കെ. മേ ബി ആക്ട്രസിനെ അറിയാത്ത ഒരാളായിരിക്കും ചോദിക്കുന്നത്. അല്ല, അത് അവിടെ ചോദിക്കുന്ന അവകാശം അവർക്കുണ്ടല്ലോ കാണുന്നത്. നമ്മൾ അവർക്ക് ഈ ഒരു കമന്റ് ബോക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ചോദിക്കാനാണ്. പക്ഷെ അവിടെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നത് നമ്മൾ തീരുമാനിക്കുന്നു ആമ്പ്ലാണ്. അതായത് ഷിഹാബ് ഡിവോഴ്സ്ഡ് ആണ് എന്ന് അവർ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഷിഹാബ് വേറെ ആളെ കല്യാണം കഴിച്ചു. ഇപ്പൊ നമ്മൾ ഒരുമിച്ചൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വേറെ കല്യാണം കഴിച്ചതാണോ എന്നാണ് ചോദിക്കുന്ന രീതിയിലേക്കുള്ളൊരു അവരുടെ ഡിസിഷൻ മേക്കേഴ്സ് ആകുമ്പോഴാണ് നമുക്ക് ലൈഫ് ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. ഞാനും വൈഫുള്ള ആദ്യത്തെ വീഡിയോയില് ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം നഷ്ടപ്പെട്ടാൽ ആ നിമിഷം ഞങ്ങൾ രണ്ടുപേരും നമ്മുടേതായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് മാറണം എന്നുള്ളത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മോള് ഏറ്റവും ഹാപ്പി ആയിട്ട് എൻ്റെ കൂടെയുണ്ട്. വൈഫും മോളെ വിളിക്കുന്നു, സംസാരിക്കുന്നു. അവൾ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവളും എൻഗേജ്ഡ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കുറെ കാലമായിട്ട് നമ്മൾ ഒരുമിച്ചുള്ള ഫ്രെയിമുകളൊന്നും നിങ്ങൾ കാണാത്തത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോൾ ലീഗലി ഡിവോഴ്സിലൊന്നുമല്ല, അവിടെ ഉണ്ട്, മോളെന്റെ കൂടെ ഉണ്ട്. ഇതാണ് തൻ്റെ ലൈഫിലുള്ള പല കാര്യങ്ങളും ആൾക്കാരിലോട്ട് എത്തിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്. തൻ്റെ ഓഡിയൻസിനാണെങ്കിൽ തീർച്ചയായിട്ടും പല ആൾക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടാണ് പുള്ളിക്ക് ഇപ്പം ഈ ഒരു കാര്യം എന്ന് പറയേണ്ടി വന്നിട്ടുള്ളത്. പക്ഷെ ഇതിനകത്ത് എവിടെയും ആണെങ്കിൽ ആ ഒരു ചേച്ചീനെ പറ്റിയിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒരു ചെറിയൊരു വാക്ക് പോലും പുള്ളി ഇവിടെ സംസാരിക്കുന്നില്ല. പക്ഷേ ഇതിനകത്തിലെ കമന്റ് ബോക്സിൽ ആൾക്കാർ പറയുന്നതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിന് ഇവർ ആക്ച്വലി ഫേസ്ബുക്ക് വഴിയിട്ടായിരുന്നു പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മുമ്പ് ചെയ്യേണ്ട ഒരു TV ഷോസ് എന്തോ കണ്ടിട്ടാണ് ഇവർ പരിചയപ്പെടുന്നത്. ഈ ചേച്ചിയെന്നാണ് അങ്ങോട്ട് പ്രൊപ്പോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് ഇവർ വിവാഹിതരാകുന്നത്. ആൻഡ് അങ്ങനെ ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ചേട്ടന് കുറച്ച് കുറവുകൾ അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് ഇങ്ങനെ പറയാനേ അറിയുള്ളൂ. ആ കുറവുകളൊന്നും ഒരു കുറവുകളല്ല എന്ന് തോന്നിയിട്ട് ആ രീതിയിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചേക്കുന്ന രണ്ട് വ്യക്തികളാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരാളെ പറ്റിയിട്ട് പിന്നീട് ഈ കമന്റ് ബോക്സിൽ അവർക്ക് ഒരുമിച്ച് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഡിവോഴ്സ്ഡ് ആയപ്പോൾ ആൾക്കാർ പറയുന്ന കമന്റ്സ് നിങ്ങളൊന്ന് കേട്ടോ. തെങ്ങ് ചതിച്ചില്ലെങ്കിലും പെണ്ണ് ചതിക്കും, ചില പെണ്ണിന് വലുത് കാമം തന്നെ. അപ്പോൾ ആണുങ്ങൾക്ക് എന്താണ് വലുത്? പെണ്ണുങ്ങൾ എല്ലാം ചീറ്റ് കേസ് തന്നെ. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ കുടുംബങ്ങളെ തകർക്കുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ ഷിഹാബ് പുള്ളിയെ ആണെങ്കിലും അത്രയും നെഗറ്റീവ് ഒന്നും ആൾക്കാർ പറയുന്നത് ഇതിൽ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് നെഗറ്റീവ്സ് പുള്ളിക്കെതിരെ മുതുകാടിനെ എന്തൊക്കെ പറഞ്ഞു അതിനുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. മുതുകാടിന്റെ ആ ഒരു കേസ് ഇതുമായിട്ട് എന്താണ് കണക്ഷൻ കിടക്കുന്നത് എന്നുള്ളത് എനിക്കറിയത്തില്ല. കുറെ ആൾക്കാർ കർമ്മ എന്നുള്ളതാണ് പറയുന്നത്. കാര്യം മുതുകാടിനെ പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ഡിവോഴ്സ് ആയെന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്, അതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു വേറൊരു സിറ്റുവേഷൻ, ഇത് വേറൊരു സിറ്റുവേഷൻ. എന്താണെങ്കിലും വളരെ കൃത്യമായിട്ടുള്ളൊരു ബോധം, അല്ലെങ്കിൽ തൻ്റെ വിവാഹ ജീവിതത്തിൽ ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ബോധം പുള്ളിക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പണ്ടൊരു ഇന്റർവ്യൂവിൽ പുള്ളി തന്നെ വന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അത് നമുക്കൊന്ന് കേൾക്കാം. പിന്നെ സനിയോട് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു, നമ്മൾ
വിവാഹം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണോ ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ നമ്മുടെ ഇഷ്ടം കൊണ്ടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു. ഇനി ഏതെങ്കിലും ഒരു കാലം, ഏതെങ്കിലും ഒരു നിമിഷം നമുക്ക് തോന്നാണ് അത്ര സന്തോഷം ഒരു ജീവിതം കിട്ടുന്നില്ല എന്ന്, അങ്ങനെ തോന്നുന്ന നിമിഷം എന്നോട് ഓപ്പണായിട്ട് പറയണം. അപ്പോൾ ആ ഒരു സന്തോഷം ഇല്ലാതാക്കുന്ന കാര്യം എന്താണോ അത് ഒഴിവാക്കണം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ ഫാമിലി ലൈഫ് എന്നൊക്കെ പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് ആണ്, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, പിന്നെ കുറേ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ക്ഷമിക്കണം എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ എനിക്കൊന്ന് അന്ന് പറയാൻ തോന്നിയത്, എന്തെങ്കിലും നിമിഷം അത്ര കംഫർട്ടബിൾ അല്ലാന്ന് തോന്നുമ്പോൾ ഓപ്പണായിട്ട് പറയണം. എന്നിട്ട് ഏറ്റവും നല്ല കംഫർട്ടബിളാകുന്ന തീരുമാനം എന്താണെന്ന് എടുക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 3 വർഷമായി. ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയാലോ, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകാത്തത് കൊണ്ടായിരിക്കാം ഏകദേശം 3 വർഷമായിട്ട് നമ്മളൊപ്പം ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നത്. പ്രണയിക്കുന്ന സമയത്തും അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷമൊക്കെ ആണെങ്കിൽ പോലും ഈ അഭിപ്രായ വ്യത്യാസങ്ങളും പിണക്കങ്ങളും ഇടക്കങ്ങളും ഒക്കെ എല്ലാവരുടെയും ദാമ്പത്യത്തിൽ ഇതൊക്കെ ഉണ്ടാവാറുള്ളതാണ്. പക്ഷേ ഈ പിണക്കങ്ങളും വഴക്കുകളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ ഒത്തുപോകാൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യം എത്തുമ്പോൾ അവിടുന്ന് ബെറ്റർ പിരിയുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് ചെയ്യേണ്ടത്. കാര്യം ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യകതയും അവിടെ വരുന്നില്ല. അങ്ങനെയാണ് രണ്ടുപേർക്കും ഹാപ്പി ആയിട്ട് ജീവിക്കേണ്ടത് അല്ലേ? അപ്പോൾ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരാളെ കുറ്റപ്പെടുത്താതെ ആളുകളുടെ മുന്നിൽ തേജോധം ചെയ്യാൻ കൊണ്ട് ഇട്ട് കൊടുക്കാതെ അങ്ങനെ ചെയ്യുന്ന വളരെ അടിപൊളിയായിട്ടുള്ള കാര്യം. അങ്ങനെ തന്നെയാണ് പുള്ളിയാണെങ്കിൽ ഇവിടെ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ പറഞ്ഞ പോലത്തുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒത്തുപോകാൻ കഴിയാത്ത അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായപ്പോഴായിരിക്കാം ഈ രീതിയിൽ അവർ പിരിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇവിടെ ഈ ഒരു ചേച്ചിക്കാണെങ്കിലും ഇപ്പോൾ ഡിവോഴ്സ് ആയി പോവാന്ന് പറയുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഇങ്ങനെ ഒരാളെ വിവാഹം കഴിച്ചു, പിന്നീടാണെങ്കിൽ പിരിഞ്ഞു പോകുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ ഡിവോഴ്സ് ആകുമ്പോഴത്തേക്കിന് ആൾക്കാർ കണ്ടില്ലേ അവനെ ഉപേക്ഷിച്ചിട്ട് അവൾ പോയിരിക്കുകയാണ്, അവന്റെ ഫെയിമോ അതും ഇതൊക്കെ കണ്ടിട്ടാണ് വന്നേക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിനെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് വന്നേക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ കാഴ്ചയുടെ ബാഹ്യ സൗന്ദര്യം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വന്നേക്കുന്ന ഒരു വ്യക്തിയല്ല. മനസ്സുകൊണ്ട് ഒരാൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റുക എന്ന് പറഞ്ഞാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി അല്ലേ? അത്തരത്തിൽ ഇഷ്ടപ്പെട്ടേക്കുന്ന ഒരു വ്യക്തിക്ക് ആ മനസ്സുകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോൾ പിരിയുക എന്നുള്ള കാര്യം തന്നെയല്ലേ ചെയ്യേണ്ടത്. പുള്ളിയാണെങ്കിൽ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പേഴ്സണൽ ലൈഫിലോട്ട് വരുമ്പോൾ പുള്ളി അത്രത്തോളം ഇതായിട്ടുള്ള ഉള്ള ഒരാളല്ല എന്നുള്ള കാര്യങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതോടെ ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. നിങ്ങൾ നമ്മൾ എപ്പോഴെങ്കിലും പിണങ്ങിയിരിക്കാറുണ്ടോ? പിന്നെ എന്ന് പറയുന്നത് യഥാർത്ഥ സ്നേഹങ്ങളുടെ അടുത്ത് പണക്കങ്ങൾ ഉണ്ടാകണം, അങ്ങനെയല്ലേ? എത്ര നേരം ഉണ്ടാകും? ആരായിരിക്കും അല്ലെങ്കിൽ അതൊരു സോൾവ് ആക്കാൻ ആദ്യം മുൻകൈ എടുക്കുന്നത് ആരായിരിക്കും നിങ്ങൾ തമ്മിൽ? ആരായിരിക്കും? സനന്നെ ആയിരിക്കും. ഞാൻ കൂടുതൽ എന്റെ സ്വപ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ എന്റെ മനസ്സിൽ കൂടുതൽ വരുന്നത് ഞാൻ സനയോട് പറയും നമുക്ക് അങ്ങനെ ചെയ്യണം, എനിക്കത് ചെയ്യണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് അതിനെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണൽ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടി ബാക്കിലേക്കാണ് തോന്നുന്നു. പേഴ്സണൽ ലൈഫിൽ കാര്യങ്ങൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് പോകുന്നതിലൊക്കെ. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ഞാൻ വിട്ടു പോയിട്ടുണ്ടാവും. പക്ഷേ സനയുടെ മനസ്സിലുള്ളതാണ് സന പെട്ടെന്ന് വന്നാൽ സോൾവ് ചെയ്തിട്ട് സന പോയിട്ടുണ്ടാവും. അത് സോൾവ് ചെയ്ത് നമുക്ക് വേറെ കാര്യങ്ങൾ. പിന്നെ അഭിപ്രായ വ്യത്യാസം, ഷിഹാബേട്ടനെ പോലെ ഇത്തരം കുറവുകൾ എന്തെങ്കിലുമൊക്കെ ഉള്ള ആളുകൾ സ്വപ്നങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നും അങ്ങനെ പറയാനൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്കും ഇപ്പോൾ അദ്ദേഹം ആണെങ്കിലും മോട്ടിവേഷൻ ആയിട്ടുണ്ട്. പല ആളുകൾക്കും ഇത്തരത്തിൽ ഡിസബിലിറ്റി ഉള്ള പല ആളുകളും ഇതുപോലെ സ്റ്റക്കായിട്ട് ജീവിതത്തിൽ ഇനി മുന്നോട്ട് എന്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ഇദ്ദേഹം മോട്ടിവേഷൻ അവനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കാര്യം ഇദ്ദേഹം കണ്ടില്ലേ ഞാൻ ഈ രീതിയിൽ അല്ലെങ്കിൽ ഇവിടെ വരെ എത്തി എന്നുള്ള രീതിയിൽ ആളുകൾക്ക് മുന്നിൽ ഒരു എന്താ പറയുക ഒരു ഐഡിയൽ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് വളരെ അടിപൊളിയായിട്ടൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി മുന്നോട്ട് പേഴ്സണൽ കാര്യങ്ങളെക്കാൾ കൂടുതൽ സ്വപ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണൽ ലൈഫിൽ അത്രത്തോളം സക്സസ് ആവാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ അത് തന്നെയായിരിക്കും പുള്ളിയുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവുക. ആൻഡ് കുറച്ച് കാര്യങ്ങളോട് പുള്ളി പറയുന്നുണ്ട്. നമ്മൾ ഈ അടുത്തൊക്കെ ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അതായത് നിങ്ങളെപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് നിങ്ങളുടെ വിവാഹത്തിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങളെ എത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം 2 കുടുംബങ്ങളിൽ 2 ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന 2 പേരാണ് ഒരുമിച്ച് ജീവിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്, ഇഷ്ടക്കേടുകൾ സ്വാഭാവികമാണ്. അതിനെ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഡൈവേഴ്സ് ചെയ്യണം. ഇത് നെഗറ്റീവായിട്ട് വരുന്നത് എനിക്കറിയില്ല, പക്ഷേ അതാണ് സത്യം കേട്ടോ. ഞാൻ സനയോട് പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. വിവാഹം ചെയ്യുന്നതിന് തൊട്ട് തലേ ദിവസം എൻ്റെ കൂടെ ജീവിക്കാൻ എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് തോന്നുന്ന മൊമെന്റിൽ വാട്ട് നെക്സ്റ്റ്, സനൻ്റെ ഇഷ്ടം എന്താണോ അത് ചെയ്യാമെന്ന് ഞാൻ സനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന കാര്യമാണ്. അപ്പോൾ അന്ന് ശ്രീകണ്ഠൻ നായർ സാറെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അത് തെറ്റായ സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്ന കാര്യമല്ലെന്ന്. പക്ഷേ ഞാൻ ഇങ്ങോട്ടും പറയുകയാണ്, നമ്മുടെ ലൈഫ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളെ ലൈഫ് വേറെ ആൾക്ക് വേണ്ടി നശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ സനയ്ക്ക് എൻ്റെ കൂടെയുള്ള ലൈഫ് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന മൊമെന്റ് സനയ്ക്ക് സന്തോഷം വരുന്ന തീരുമാനം എടുക്കണം. അതിനാകുമ്പോൾ നമുക്ക് ഈ ആത്മഹത്യകളുടെ എണ്ണം ഒരുപാട് കുറക്കാൻ പറ്റും. ജീവിതത്തിൽ സ്ട്രെസ് ആവുന്ന ആളുകളുടെ, ചെറിയ പ്രശ്നങ്ങളിലൂടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുടെ എണ്ണമൊക്കെ കുറക്കും. കല്യാണത്തിന് മുന്നേ ആണെങ്കിലും ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോഴാണെങ്കിൽ പോലും പേഴ്സണൽ ലൈഫിൽ അധികം പ്രാധാന്യം കൊടുത്തിരുന്നില്ല അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഇദ്ദേഹത്തിന് ആ ഒരു ലൈഫിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഒത്തുപോകാൻ കഴിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടുന്ന് പിരികയല്ലേ ചെയ്യേണ്ടത്. ഇപ്പം 2 ദിവസം മുന്നേ ആണെങ്കിൽ ഐഷ റിഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കേസ് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തൻ്റെ കാമുകനാണെങ്കിൽ ഇപ്പോൾ അവിടെ കല്യാണം കഴിച്ചല്ല, പ്രണയിക്കുന്ന വ്യക്തികളാണ്. ആ വ്യക്തിക്കാണെങ്കിൽ താൻ പ്രണയിച്ച വ്യക്തിക്കാണെങ്കിൽ മറ്റൊരാളുമായിട്ട് റിലേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും
ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് വാശി പിടിച്ച് നിന്നുകൊണ്ട് എന്താണ് ആ ഒരു കുട്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓക്കെ, അവൻ വീണ്ടും അങ്ങനെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവൻ ഇല്ലാണ്ടാക്കി. നഷ്ടം ആർക്കാണ്? ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ തന്നെയല്ലേ ആ ഒരു നഷ്ടം ഉണ്ടാവുക. പല കല്യാണം കഴിച്ചുള്ള ദമ്പതികളാണെങ്കിൽ കൂടി ഇതുപോലെ ഡിവോഴ്സ് അല്ലെങ്കിൽ ചെയ്യാതെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ട് പല ആൾക്കാരും സ്വയം ജീവനില്ലാണ്ടാക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതിലും എത്രയോ ഭേദമായിട്ടുള്ളൊരു കാര്യമാണ് ഇവരിപ്പം ചെയ്തിരിക്കുന്നത്. ഇപ്പം ഡിവോഴ്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അതിനെ അവർ വളരെ റെസ്പെക്റ്റോടു കൂടി തന്നെ രണ്ട് കൂട്ടരും എടുക്കുന്നുണ്ടല്ലേ. ആൻഡ് അത് പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അതിനെ കീറി മുറിച്ചിട്ടാണെങ്കിൽ അവിടെ ജസ്റ്റ് അവർക്ക് പറയേണ്ടതായിട്ട് നിർബന്ധിതമായിട്ട് പറയേണ്ടി വന്നേക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് എല്ലാവരും ഒരു കാര്യം ഞാൻ പൊതുവായിട്ട് പറയുകയാണ്, നമ്മുടെ പ്രൈവറ്റ് ലൈഫിലെ പല കാര്യങ്ങളും പ്രൈവറ്റ് ആയിട്ട് വെക്കാണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന കുറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സ് വരാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ശരി, ബൈ ആൻഡ് സോറി ഫോർ ദ തംബ്നെയിൽ.